Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കറക്റ്റ് A to Z എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. ചെറിയ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആവശ്യം, നമ്മുടെ ഡിസയർ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തത വേണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ആവശ്യം റിച്ച് ആവുക അല്ലെങ്കിൽ വെൽത്തി ആവുക എന്നുള്ളതാണെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്ലാരിറ്റി വേണം. എങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാർട്ടാണ്, എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പല ആളുകൾക്കും വ്യക്തതയില്ലാത്തതാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ. സോ നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിക്കുകയാണെങ്കിലും അതിന് വ്യക്തതയുണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ആണ്, എങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ വളരെയധികം ഫിസിക്കലി വളരെ ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ടയേർഡ് ആയിട്ടുള്ള എനർജി തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക. നേരെ മറിച്ച് നമ്മൾ ഫിസിക്കലി വളരെ ഓക്കെയാണ്, ഫിറ്റാണ്, വളരെ ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ എനർജി ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എനർജി ലോസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എക്സസൈസിലൂടെ അല്ലെങ്കിൽ നല്ല ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുഡ് എനർജി കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻസിൽ നമ്മൾ ചേർക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. സോ ഒന്നാമതായിട്ട് നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ഫോമിലാണ് അല്ലെങ്കിൽ മെൻ്റൽ ഫോമിലാണ് നിലവിൽ നിലകൊള്ളുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. മൂന്നാമതായി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഇതിനുള്ള ഏറ്റവും വളരെ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ലിമിറ്റിംഗ് ബിലീഫ് ഒഴിവാക്കാൻ സാധിക്കുന്നത് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഡിസയറിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ നിലവിലെ സ്റ്റേജ് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ഡ്രീം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെയധികം തറവാക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നിങ്ങൾ ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. തീർച്ചയായും അപ്പം നമുക്കതിന് സാധിക്കും. ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എനർജി എല്ലാം പോസിറ്റീവാണ്, നമ്മളതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. അവിടെ ആക്ഷൻ എടുക്കണം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വളരെ ചെറിയൊരു സ്റ്റെപ്പാണെങ്കിൽ പോലും നമ്മളത് ചെയ്യുക. അപ്പോൾ മാത്രമാണ് വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുക. ഒരു സ്റ്റെപ്പും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും നമ്മൾ ചെയ്യാതെ നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കാണാൻ സാധിക്കില്ല. സോ ആക്ഷൻ എടുക്കുക. വളരെയധികം നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ വളരെയധികം പോസിറ്റീവായിട്ട് ആ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. ദെൻ ഫൈനൽ വൺ, തീർച്ചയായും നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം. കാരണം എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം നമ്മൾ അലോ ചെയ്യണം. ഒന്നിനും പേഷ്യൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കാര്യം ആഗ്രഹിച്ചു നാളെ തന്നെ എനിക്കത് ലഭിക്കണം എന്നുള്ളൊരു പിടിവാശി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു കാര്യവും നമ്മൾ അലോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ബിലീഫ് കൊടുക്കാൻ സാധിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കും. സോ
ട്രസ്റ്റ് ദ പ്രോസസ്. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, ഒരു കാര്യം നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കുക. തീർച്ചയായും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ബിലീഫും എനർജിയും ഉണ്ടാക്കിയെടുക്കുക, ആക്ഷൻ എടുക്കുക, ആൻഡ് ലാസ്റ്റ് ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. തീർച്ചയായും കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡ്രീമിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക്